ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇലക്ട്രോണിക്സിന്റെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഇരിക്കുന്ന എല്ലാ ഐബെല്ലിന്റെ പ്രോഡക്ട്സ് ആണ്. നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിരിക്കുന്നതാണ് ഐബെല്ലിന്റെ ഈ പ്രോഡക്ട്സ് എല്ലാം. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മുടെ ഷോപ്പിന്റെ പേര് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്, പാല, കോട്ടയം ജില്ലയാണ്. ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് പാലായിൽ കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾ ദൂരെയുള്ളവരാണ് അല്ലെങ്കിൽ ഷോപ്പിൽ വരാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മൾ പ്രോഡക്ട്സ് അയച്ചും തരുന്നതായിരിക്കും. അതിനായിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറുകൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഏറ്റവും അധികം പേര് നമ്മളെ വിളിച്ച് എൻക്വയറി നടത്തുന്ന ഒരു പ്രോഡക്റ്റാണ് ഇൻഫ്രാറെഡ് ഉണ്ടോ അഥവാ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ഉണ്ടോ എന്നുള്ളത്. അതായത് നമ്മുടെ നോർമൽ ഇൻഡക്ഷൻ കുക്കർ. അപ്പോൾ അത് രണ്ട് പ്രോഡക്റ്റ് നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. കാരണം കമ്പനിയിൽ പോലും ആ സാധനം സ്റ്റോക്കില്ല. ഇനി പുതിയതൊക്കെ ഉണ്ടാക്കി വരണം. അപ്പോൾ കുറേ ഡിലേ ആവും. അപ്പോൾ നമുക്ക് ഉടനെയൊന്നും ഏറ്റവും അടുത്തൊന്നും അത് അവൈലബിൾ ആകാനുള്ള സാധ്യതയില്ല. നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏക പ്രോഡക്റ്റ് ഇതാണ്. ഐബെല്ലിൻ്റെ ഇൻഡക്ഷൻ സ്റ്റൗ ആണ്, അഥവാ ഇൻഡക്ഷൻ ഹോബ് എന്ന് പറയും. ഇതും ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, നമ്മുടെ നോർമൽ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ഉണ്ടല്ലോ, നമ്മൾ സിംഗിളായിട്ട് ഒരടുപ്പിൻ്റെ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ തന്നെ രണ്ടടുപ്പിൻ്റെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് വാട്ട്സ് വരുന്ന കുറച്ച് കൂടുതലാണ്. മറ്റേത് വാട്ട്സ് എന്ന് പറയുന്നത് 2000 വാട്ട്സ് തൊട്ട് മുകളിലേക്കാണ്. അപ്പോൾ ഇത് രണ്ടടുപ്പിൻ്റെ വാട്ട്സ് വരുന്നത് 3500 വാട്ട്സ് ആണ് വരുന്നത്. അതായത് നമ്മുടെ നോർമൽ രണ്ട് ഇൻഡക്ഷൻ സ്റ്റൗ ആണ് വരുന്നത്. നമുക്ക് രണ്ട് അടുപ്പുകൾ ഒരേ സമയം യൂസ് ചെയ്യാം. 3500 വാട്ട്സ് ആണ് വരുന്നത്. ഇത് നമുക്ക് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ വെച്ച് നമ്മുടെ സാധാരണ സ്റ്റൗ പോലെ തന്നെ നമുക്കിത് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ല, നമ്മുടെ മോഡുലാർ കിച്ചണൊക്കെയാണ്, പുതിയ കിച്ചണൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ നമുക്ക് കൗണ്ടർ ടോപ്പ് കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ഇറക്കി വെച്ച് യൂസ് ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് ഇതിന് ഇൻഡക്ഷൻ ഹോബ് എന്നും കൂടെ പറയുന്നത്. ഇതിൻ്റെ ടച്ച് ഓപ്ഷനാണ് വരുന്നത്, പവർ പ്ലഗ് ആണ് വരുന്നത്. അപ്പോൾ 3500 വാട്ട്സ് ആണ്. അതായത് നമുക്ക് വീട്ടിൽ സോളാർ എനർജി ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇത്രയും വാട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ കറണ്ട് ആകുമ്പോൾ നമുക്ക് കറണ്ട് ചാർജ് ഒക്കെ ഒരുപാട് കൂടുതലായിരിക്കും. ഇപ്പോൾ എല്ലാവരും തന്നെ സോളാർ എനർജി ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമുക്ക് അതിൽ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഗ്യാസിൻ്റെ ആവശ്യം പോലും വരുന്നില്ല. രണ്ടടുപ്പും ഉണ്ട്, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടടുപ്പിൻ്റെ ഈ ഒരു ഇൻഡക്ഷൻ ഹോബ് അഥവാ ഇൻഡക്ഷൻ സ്റ്റൗവിന് വരുന്ന റേറ്റ് 14,500 രൂപയാണ്. ഇനി അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ 3 അടുപ്പിൻ്റെയാണ്. അപ്പം ഇതിൻ്റെ വാട്ട്സ് വരുന്നത് 5600 വാട്ട്സ് ആണ്. അതായത് ഈ 3 അടുപ്പിൻ്റെയും കൂടെ വാട്ട്സ് വരുന്നതാണ്. സാധാരണ ഇൻഡക്ഷൻ സ്റ്റൗ പോലെ തന്നെ എല്ലാ ഓപ്ഷൻസും ഇതിലുണ്ട്. നമുക്ക് ഇതിൻ്റെ വാട്ട്സ് കൂട്ടാം, കുറയ്ക്കാം, ടൈമർ ഉണ്ട്, ചൈൽഡ് ലോക്ക് ഉണ്ട്, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഇത്തേലും ഉണ്ട്. 3 അടുപ്പാണ് വരുന്നത്. 5600 വാട്ട്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതും സോളാർ എനർജിയാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കറണ്ടയിലും യൂസ് ചെയ്യാം. കറണ്ട് ചാർജ് അതുപോലെ കൂടുതലാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതും നമുക്ക് കൗണ്ടർ ടോപ്പ് കട്ട് ചെയ്ത് ഇങ്ങനെ ഇറക്കി വെക്കാൻ പാകത്തിനുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മേളിൽ വെച്ച് സാധാരണ സ്റ്റൗ പോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു 3 അടുപ്പിൻ്റെ ഈ ഇൻഡക്ഷൻ ഹോബ് അഥവാ ഇൻഡക്ഷൻ സ്റ്റൗവിന് വരുന്ന റേറ്റ് 18,500 രൂപയാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നും പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കൊറിയർ വഴി അയച്ചും തരുന്നതായിരിക്കും. അടുത്തത് ലൈറ്റുകളാണ്. എമർജൻസി ലൈറ്റുകളും ടോർച്ചുകളും വന്നിട്ടുണ്ട്, വിവിധ മോഡൽസ്. അപ്പോൾ അതിനു മുമ്പ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പം നിങ്ങൾ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് എൻക്വയറി നടത്താറുണ്ട്, നല്ല കാര്യം, നമുക്കും അത് ഇഷ്ടമാണ്. പക്ഷേ ഈ ഓൺലൈനിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പ്രോഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുക, അത് എന്തൊക്കെയാണ് അതിൻ്റെ ഇതൊക്കെ എന്നൊക്കെ അറിയുക. അതിനുശേഷം പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ വേണം, പ്രോഡക്റ്റിൻ്റെ നമ്പർ, മോഡൽ നമ്പർ വേണം. ഇതൊക്കെ മേടിക്കാനായിട്ട് കുറേ പേര് ഈയിടെയായിട്ട് കുറച്ചധികം വിളി കൂടുന്നുണ്ടേ. അപ്പോൾ അവർ വിളിക്കുന്നത് ഇതാണ് അവരുടെ ഉദ്ദേശം, പ്രോഡക്റ്റിനെ പറ്റി എല്ലാം അറിയുക, അതിൻ്റെ ഡീറ്റെയിൽസ് മേടിക്കുക. എന്നിട്ട് അവസാനം അവിടെ അത്ര വിലയുള്ളൂ, ഇവിടെ എത്ര വിലയുള്ളൂ, എന്നിട്ട് പിന്നെ നമ്മളോട് വില ബേസ് ചെയ്യണം, നമുക്ക് വില പറയുകയാണ്. ആ സൈറ്റിൽ അത്രയേ ഉള്ളൂ വില, അതിലും താത്തി തരുവാണെങ്കിൽ നിങ്ങളുടെ അടുത്തുനിന്ന് എടുക്കാമെന്ന് നമുക്ക് വില പറയുകയാണ്. അപ്പം അത് നമ്മൾ അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ആരും വിളിക്കണം എന്നില്ല. ഞാൻ ഈ കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് പറയുവാണ്. അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഈ അടുത്തായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ മോഡൽ നമ്പറൊക്കെ കൊടുക്കാൻ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും ഇതാണ് സംഭവം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് വില കുറച്ച് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മേടിച്ചോ. നമ്മൾ മേടിക്കേണ്ടെന്നൊന്നും പറയത്തില്ല. നമ്മുടെ അടുത്തുനിന്ന് തന്നെ മേടിക്കണമെന്ന് നമ്മൾ ആരും കമ്പൽ ചെയ്യുന്നില്ല, നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിങ്ങൾക്ക് മേടിക്കാം. പക്ഷേ നമ്മളിത് റെഡി പേയ്മെൻറ്റ് കൊടുത്താണ് നമ്മൾ മാത്രമല്ല എല്ലാ ഷോപ്പുകാരും പ്രോഡക്റ്റ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ മിക്കവരും റെഡി പേയ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്താണേലും ഒരു മാസത്തിനുള്ളിൽ ഇതിൻ്റെ പേയ്മെൻറ്റ് കമ്പനിക്ക് കൊടുക്കണം. അങ്ങനെയാണ് എല്ലാവരും ബിസിനസ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഷോപ്പിൽ വിളിച്ചിട്ട് ഇങ്ങനെ അവിടെ ഓൺലൈനിലെ വിലയേക്കാളും താത്തി തരണം എന്നൊക്കെ പറയുന്നത് അത് മോശമാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വില കുറച്ച് കിട്ടുമെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് തന്നെ മേടിച്ചു, അതിന് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. ചിലർ ഇങ്ങനെ രാവിലെ തൊട്ട് ഇങ്ങനെ വിളിക്കും,
ഒന്ന് വിളിക്കും, ഒരു സംശയം ചോദിക്കും. അവർക്ക് വൈകുന്നേരം ആയാലും അവരുടെ സംശയം തീരത്തില്ല. അപ്പം നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ എല്ലാം അവർ ചോദിക്കുന്ന കാര്യങ്ങൾ പറയുകയാണ്. ലാസ്റ്റ് പറയും എല്ലാം കേട്ട് കഴിഞ്ഞു, ഒരു ദിവസം നമ്മളെ മുഷിപ്പിച്ചേച്ച് പറയുന്നതാണ് അവിടെ അത്ര വിലയുള്ളൂ, അതിലും വില കുറച്ച് തരണം. അപ്പം നമ്മൾ പറയും അത് പറ്റത്തില്ല, നിങ്ങൾ അവിടുന്ന് മേടിച്ചോളൂ. ഉടനെ ഓടിപ്പോയി ഒരു കമന്റ് ഡീലാണ്, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്, അവരോട് അങ്ങനെ ചോദിച്ചപ്പോൾ അവർ റൂഡായിട്ട് സംസാരിച്ചു. ഈ റൂഡായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ഇങ്ങോട്ട് വിളിക്കുന്നവർ അങ്ങനെ പെരുമാറുന്നതുകൊണ്ടാണല്ലോ നമ്മൾ അവസാനം സഖി കെട്ട് അവരോട് റൂഡായിട്ട് സംസാരിക്കേണ്ടി വരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ദയവേത് അങ്ങനെയുള്ളവർ വിളിക്കാതിരിക്കുക. പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക. ഓൺലൈനിൽ നിന്ന് മേടിക്കേണ്ടവർ ഓൺലൈനിൽ മേടിക്കുക. അതിനുവേണ്ടി പ്രോഡക്റ്റിനെ പറ്റി അറിയാനും പ്രോഡക്റ്റിന്റെ ഫോട്ടോ മേടിക്കാനും നമ്പർ മേടിക്കാനുമായിട്ട് ആരും വിളിക്കണ്ട. മോഡൽ നമ്പർ ചോദിക്കുമ്പം മോഡൽ നമ്പർ തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ ചിലർ നമ്മളെ ഭീഷണിപ്പെടുത്തുവാണ്. ഞാൻ വക്കീലാണ്, ഞാൻ പോലീസാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവര് ചിന്തിക്കുന്നത് എന്താണ്, അവർക്ക് നിയമം അറിയാം, അപ്പൊ അല്ലെങ്കിൽ അവര് നിയമത്തിനോട് അടുത്ത് നിൽക്കുന്നവരാണ്, അപ്പൊ നമ്മൾ അവരെ പേടിച്ചോണം എന്നുള്ളതാണ് അവരെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഭീഷണിയൊന്നും വേണ്ട. പിന്നെ ചിലർ പറയുന്ന അവർ വിദ്യാഭ്യാസം ഉള്ളവരാണ്. അപ്പം അങ്ങനെ പറയുന്നവരെന്താണ് വിചാരിക്കുന്നത്, ഈ ബിസിനസ്സുകാർക്ക് ആർക്കും വിദ്യാഭ്യാസവും ഇല്ല, വിവരം ഇല്ല എന്നുള്ളതാണോ? അപ്പൊ ഞങ്ങളൊക്കെ നല്ല രീതിയിൽ നല്ല എഡ്യൂക്കേഷൻ ഉള്ളവർ തന്നെയാണ്. എന്നിട്ടാണ് ഞങ്ങളും ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ വക്കീലാന്ന് പറയുന്നു, പോലീസാന്ന് പറയുന്നവർ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നു, ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യുന്നു. അതുപോലെ നിയമം അറിയാമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല. നമുക്കും അത്യാവശ്യം നിയമം കാര്യങ്ങളും ഒക്കെ അറിയാം കേട്ടോ. അപ്പൊ അത് പറഞ്ഞ് ആരും ഭീഷണിപ്പെടുത്താനായിട്ട് വരണ്ട. അതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഓൺലൈനിലെ ആയിട്ട് താരതമ്യം, അല്ലെ ഓൺലൈനിൽ പോയി സെർച്ച് ചെയ്യാൻ, ഓൺലൈനിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പ് ഈ പ്രോഡക്റ്റ് എങ്ങനെയുണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടി എന്നാ കടയെ വിളിച്ച് ചോദിക്കാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ദയവ് ചെയ്ത് ആരും വിളിച്ച് ബുദ്ധിമുട്ടിക്കണം എന്നില്ല കേട്ടോ. ഉള്ള കാര്യം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പൊ ഈയിടെ ആയിട്ട് കുറെ പേര് അങ്ങനെ അതിനുവേണ്ടി തന്നെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അപ്പൊ അവരോടൊക്കെ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളൂ, നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ലേ? ഈ കഷ്ടപ്പെട്ട് നമ്മൾ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ തൊഴിൽ തിരഞ്ഞെടുത്തു, ബിസിനസ് നടത്തുന്നു, എന്തിനാണ് ബുദ്ധിമുട്ടിക്കാൻ വരുന്നത്? നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കുക, ഞങ്ങൾ ഞങ്ങളുടെ ജോലി നോക്കുന്നു. ഓക്കെ.